ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത സാധാരണ പച്ചരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അരി അരച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾക്കിത് ചുട്ടെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ പച്ചരിയാണ് എടുക്കുന്നത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ രാത്രിയാണ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾക്ക് അരി അരച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്പം ഉണ്ടാക്കാനും പറ്റും. അരിയെല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്ത അവിലാണ്. വെളുത്ത അവിലിന് പകരം ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മട്ട റൈസിൻ്റെ ചോറാണെങ്കിൽ അപ്പത്തിൻ്റെ കളറ് കുറച്ച് ഡാർക്കായിരിക്കും. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് അവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അതും 250 ml കപ്പിൽ 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ അരിക് കുറച്ചധികം ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. നമ്മൾ അരിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഈ വെള്ളത്തിലാണ് നമ്മളിതെല്ലാം അരച്ചെടുക്കുന്നത്. ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ബാക്കി എല്ലാ ചേരുവകളും ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലേ അത് കളഞ്ഞാൽ അപ്പം ശരിയായിട്ട് കിട്ടത്തില്ല. ആദ്യമേ തന്നെ എല്ലാം ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് പാകമാണ്. നമ്മളിനി രാവിലെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും എല്ലാം കുതിർന്ന് നല്ല പാകമായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഇതിവിടെ ഏകദേശം 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നല്ലപോലെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. 2 കപ്പ് അരി ആയതുകൊണ്ട് ഒരു ട്രിപ്പിൽ തന്നെ നമ്മൾക്ക് എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കാൻ പറ്റും. നമ്മൾ അരിയിൽ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. അത് മുഴുവനായിട്ട് തന്നെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടിയാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയായാലും അപ്പം ശരിക്കും കിട്ടത്തില്ല. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായ പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. തിളപ്പിച്ച വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്ത അപ്പത്തിൻ്റെ ബാറ്റർ കയറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ തുടങ്ങും. നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഈ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട കറി ഉണ്ടാക്കാം. ഞാനിവിടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടെ നല്ലപോലെ 1 മിനിറ്റ് മാത്രം ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം മുട്ടയെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഒന്ന് വരഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോഴെല്ലാം തീ നല്ലപോലെ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ചെറുതാക്കി എരിഞ്ഞ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ചെറുതാക്കി എരിഞ്ഞ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കിയെടുക്കുക. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വഴറ്റിയെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. കുറച്ച് സമയമായിട്ട് ഇപ്പോൾ സവാളയെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ വീണ്ടും കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടിക്കോളും. ഇനി വേണ്ടത് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. 2 വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടണം. നല്ല പോലെ ഇത് വെന്തുടയണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക.
പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ മാറും, തക്കാളിയൊക്കെ ചിലപ്പോൾ കരിയാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദാ ഇതിവിടെ എല്ലാം കറക്റ്റ് പാകമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ മിക്സാക്കി എടുക്കുക. മുട്ട നമ്മൾ വരഞ്ഞതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി വേണ്ടത് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്കത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഈ രീതിയിൽ തയ്യാറാക്കുന്ന മുട്ട റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ച അപ്പത്തിൻ്റെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ മാവെല്ലാം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, പാത്രത്തിൽ മുട്ടാറായിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താഴുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കണം. അപ്പോഴാണ് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരുന്നു. ഇതുപോലെ വേണം മാവ് കിട്ടാനായിട്ട്. അപ്പോഴാണ് അപ്പം ഒഴിക്കുമ്പോഴും ഈസി ആയിട്ട് ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നത്. ഒരുപാട് കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നതെങ്കിൽ അപ്പച്ചട്ടിയിൽ നമ്മൾ മാവ് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് അപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പച്ചട്ടി ഒരുപാട് ചൂടാവരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് വേണം നമ്മൾ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പച്ചട്ടി ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ശരിക്കും ഹോൾസ് ഒന്നും കിട്ടത്തില്ല. അതുമാത്രമല്ല, സൈഡെല്ലാം ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ചൂടാവുമ്പോഴാണ് ഇതേ ഷേപ്പിൽ സൈഡൊക്കെ നമുക്ക് കിട്ടുന്നത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നടുഭാഗമെല്ലാം വെന്ത് കിട്ടും. പിന്നെ അപ്പത്തിൻ്റെ സൈഡെല്ലാം ഇതേപോലെ വിട്ട് വരുമ്പോൾ അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം എടുത്ത് മാറ്റാം. അപ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതിനകത്ത് വെള്ള അവിലാണ് ഇട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് ഇത് വെള്ള കളറിലിരിക്കുന്നത്. പിന്നെ അപ്പത്തിൻ്റെ സൈഡെല്ലാം മുരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ നമ്മൾ അരി അരച്ച ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കി ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വേറെയും പല ടൈപ്പ് അപ്പത്തിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി വെച്ച് തയ്യാറാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ചേർക്കേണ്ടാത്ത ടൈപ്പും റവ വെച്ച് തയ്യാറാക്കുന്ന അപ്പവും അങ്ങനെ കുറേ വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ അപ്പം മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്